അതിവേഗ റെയിൽവേ പാതയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. നീക്കം ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപനങ്ങൾ കേരളം അവഗണിച്ചെന്ന ആരോപണങ്ങൾക്കിടെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്നും ഇ ശ്രീധരൻ. സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ അറിയിക്കേണ്ട കാര്യമില്ലെന്നും എല്ലാ എതിർപ്പുകളും ഇല്ലാതാകുമെന്നും പ്രതികരണം. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ഏറ്റവും ഉയർന്ന വില നൽകുമെന്നും ജനങ്ങളുടെ ആശങ്ക തീർക്കുമെന്നും ശ്രീധരൻ പറഞ്ഞു. വിവരങ്ങൾ ശിവദാസ് കന്മനം നൽകും. ശിവദാസ്, ഇപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നീക്കമാണ് മെട്രോമാൻ ഇ ശ്രീധരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതാ ഓഫീസ് തുറന്ന് പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് മെട്രോമാൻ. തീർച്ചയായും ഗൗതം, കേരളത്തിന് പ്രതീക്ഷകളുടെ ചിറക് മുളയ്ക്കുന്ന, സ്വപ്നങ്ങളുടെ ചിറക് മുളയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട നീക്കം തന്നെയാണ് ഇപ്പോൾ മെട്രോമാൻ ഇ ശ്രീധരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് കേരളത്തിന് ഒരു അതിവേഗ റെയിൽവേ എന്ന ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ പൊന്നാനിയിൽ തന്നെ ഇതിൻ്റെ ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. മെട്രോമാൻ ഇ ശ്രീധരൻ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. DMRC തന്നെയാണ് ഇതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുന്നത്. അതായത് അതിവേഗ ട്രെയിൻ എന്നുള്ളത് വളരെ കാലമായുള്ള ഒരു ആവശ്യം കൂടിയാണ്. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബജറ്റ് പ്രഖ്യാപിച്ചെങ്കിലും ഈ ഒരു കാര്യം അതിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു മെട്രോമാൻ. അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇ ശ്രീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ട ആവശ്യം ഇല്ല. അത് അറിയിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അറിയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ എതിർപ്പുകളും ഇല്ലാതാവും. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ഏറ്റവും ഉയർന്ന വില നൽകാൻ കഴിയും എന്നും മെട്രോമാൻ ഇ ശ്രീധരൻ അല്പസമയം മുൻപ് പറഞ്ഞിരുന്നു. എൻ്റെ സ്ഥലം എടുക്കൂ എന്ന് പറഞ്ഞ് ഓരോരുത്തരും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. സ്ഥലത്ത് നേരിട്ടെത്തി സർവേ നടത്തും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനു മുൻപ് ജനങ്ങളുടെ എല്ലാ സംശയങ്ങളും ആശങ്കകളും തീർക്കും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പല ഇടങ്ങളിലും ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും അടക്കം കൃത്യമായി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് പല സ്ഥലങ്ങളിലും നേരിട്ട് തന്നെ പോകും. സർവേയിലും അടക്കം ഇത്തരത്തിൽ തൻ്റേതടക്കമുള്ള നേരിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാകും. ഇങ്ങനെ ജനങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള ആശങ്ക അവസാനിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുക. മാത്രമല്ല, ഈ കൂടുതൽ ജനവാസ മേഖലയെ ബാധിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലം ഏറ്റെടുക്കാത്ത രീതിയിൽ ആയിരിക്കും പദ്ധതി നടപ്പാക്കുക. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. മാത്രമല്ല, നിലവിൽ ആ സ്ഥലത്തിന് എത്ര തുക ലഭിക്കുമോ അതിനേക്കാൾ ഇരട്ടിയിൽ 4 ഇരട്ടി മടങ്ങ് തുക നൽകിയിട്ടായിരിക്കും സ്ഥലം ഏറ്റെടുക്കുക എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏറ്റെടുക്കേണ്ട പാതയിൽ മഞ്ഞക്കുറ്റികൾ അടിക്കുന്ന ഒരു രീതി ആവില്ല. അടയാളം മാത്രം ഇടുകയായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ സർവേ നടപടികൾ പൂർത്തിയാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് തന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി തനിക്ക് ഫുൾ പവർ നൽകിയിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് പറഞ്ഞതുകൊണ്ടാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത്. ആരെ സർവേ ഏൽപ്പിക്കണമെന്ന് തന്നോട് ചോദിച്ചപ്പോഴാണ് DMRCയെ ഏൽപ്പിക്കാൻ താൻ പറഞ്ഞത് എന്നും ശ്രീധരൻ പറഞ്ഞു. അതായത് കൃത്യമായി തന്നെ ഈ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മെട്രോമാൻ ഇ ശ്രീധരനും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും. ജൂണിൽ മഴ വരുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ, സർവേ നടപടികളൊക്കെ പൂർത്തിയാകും. പ്രധാന നഗരങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട രീതിയിലായിരിക്കും ഇതിൻ്റെ പാതകൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഞാൻ നിൽക്കുന്നത് ഈ ഒരു ഓഫീസിലാണ്. ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ അതിവേഗ റെയിൽവേ പാതയുടെ ഓഫീസിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ മെട്രോമാൻ ഇ ശ്രീധരൻ അതോടൊപ്പം തന്നെ DMRCയുടെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ പദ്ധതി എങ്ങനെയൊക്കെ നടപ്പാക്കണം, അതായത് കൃത്യമായി തന്നെ അതിവേഗത്തിൽ, വളരെ റെയിൽവേ പദ്ധതിയെ പോലെ തന്നെ അതിവേഗത്തിലാണ് ഇതിൻ്റെ ഓരോ നടപടികളും ഓരോ നീക്കങ്ങളും നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. DMRC ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ യോഗത്തിൽ ഉണ്ട്. മെട്രോമാൻ ഇ ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിവേഗത്തിൽ തന്നെ, അതായത് ഓരോ നിമിഷവും പാഴാക്കാതെ കൃത്യമായി തന്നെ എല്ലാ സമയവും ഇതിനു വേണ്ടി ചിലവഴിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏത് രീതിയിൽ സർവേ നടത്തണം, എവിടെയൊക്കെ വേണം
എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ കൃത്യമായി മൈന്യൂട്ടായി തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്ത് അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയുള്ള ഒരു നീക്കമാണ്. അതിൻ്റെ തുടർ പ്രവർത്തനമാണ് ഇന്ന് തന്നെ ഉദ്ഘാടനം നടത്തി മണിക്കൂറുകൾക്ക് മുൻപ്, അതായത് ഏകദേശം 9:15 കൂടിയാണ് ഉദ്ഘാടനം നടന്നത്. ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിൻ്റെ കൃത്യമായ രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ടും ഫയലുകളിൽ അതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയും ഉദ്യോഗസ്ഥരും മെട്രോമാൻ ഇ ശ്രീധരനും അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടും ഇപ്പോൾ തന്നെ ഇതിൻ്റെ യോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ സർവേ നടപടികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മഴക്കാലത്തിന് മുൻപേ ശിവദാസ്, എന്തായാലും അതിവേഗ റെയിൽപാത കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായി അത് മാറുകയാണ്. അതിനായി പൊന്നാനിയിൽ ഇതാ ഓഫീസ് തുറന്നിരിക്കുന്നു മെട്രോമാൻ ഇ ശ്രീധരൻ. കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഓഫീസ് തുറന്നതെന്നും സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ ഇതൊന്നും അറിയിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ആ പുതിയ ഓഫീസിൽ നിന്നാണ് ശിവദാസ് കന്മനം ചേർന്നത്.